Hi Carrot Jay and welcome back to my channel. Carrots 2025 SSCD നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. 18 മുതൽ 26 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ മെയിൽ ആൻഡ് ഫീമെയിൽ കേഡറ്റിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ട്രേഡിലേക്ക്. ഒത്തിരി കുട്ടികൾ ഇപ്പോൾ ഫോം ഫില്ലിംഗ് ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ്. ഫോം ഫില്ലിംഗ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം, പോസ്റ്റ് പ്രിഫറൻസ്. നിങ്ങൾ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു വീഡിയോ കാണുക. കാരണം കറക്ഷൻ വിൻഡോയുടെ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോഴ്സ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യണം. അതായത് ഈ തവണ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ പാരാമിലിറ്ററിയുടെ അണ്ടറിൽ നിന്ന് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് 7 ഫോഴ്സിലേക്കാണ്. പല കുട്ടികളുടെയും ഇഷ്ടം അവരുടെ ഡ്രീം അനുസരിച്ചിട്ടാണ്. അതായത് ചിലർക്ക് BSF, മറ്റു ചിലർക്ക് CISF, ചിലർക്ക് CRPF. അപ്പോൾ ഏത് ഫോഴ്സിലേക്കാണോ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ഫോഴ്സിൻ്റെ ബേസിക് നോളജ് നിങ്ങൾക്കുണ്ടായിരിക്കണം. വേറെ ഏതെങ്കിലും കേഡറ്റ് പറയുന്നതനുസരിച്ച് നിങ്ങൾ പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാൻ പോകരുത്. ഈ ഒരു വീഡിയോ ഫുൾ കാണുക. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. ഫോം ഫില്ല് ചെയ്ത കുട്ടികളാണെങ്കിലും ഇനി ഫോം ഫില്ല് ചെയ്യാൻ പോകുന്ന കുട്ടികളാണെങ്കിലും 2025-26 SSCGDക്ക് തയ്യാറെടുക്കുന്ന ഏത് കേഡറ്റ് ആണെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടിരിക്കണം. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വർക്ക്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. റൈറ്റ് സൈഡ് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഒരു ഡിഫറൻസ് ജോബ് കിട്ടുന്നിടം വരെ. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരറ്റ്സ്, അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണണം, എന്നാലേ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റത്തുള്ളൂ. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും സ്റ്റാർട്ടിങ്ങിൽ പറയുന്നത് ഈ ഒരു സ്ലൈഡ് ഇട്ടിട്ടാണ്. കാരണം എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കണം ഈ ഒരു കാര്യം. ഫോം ഫില്ലിംഗ് സ്റ്റാർട്ടായിട്ടുണ്ട്. December 1 സ്റ്റാർട്ടായിരിക്കുന്നത്. ലാസ്റ്റ് ഡേറ്റ് 31 December ആണ്. ഈ 31 Decemberൻ്റെ 3 to 4 days മുന്നേ തന്നെ നിങ്ങൾ ഫോം ഫില്ല് ചെയ്യാൻ നോക്കണം. കാരണം ലാസ്റ്റ് ടൈമിൽ നിങ്ങളുടെ സൈറ്റ് ജാം ആവുന്നതായിരിക്കും. ക്ലിയർ? നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കറക്ഷൻ വിൻഡോ ഡേറ്റ് ഇതും ഓർത്തിരിക്കണം. ഫോം ഫില്ല് ചെയ്തതിന് ശേഷം പോസ്റ്റ് പ്രിഫറൻസ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കറിയാതെ കഫേയിലെ സ്റ്റാഫ് അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. ഈ ഒരു ഡേറ്റ് ഓർത്തിരിക്കുക. 2026 January 8 മുതൽ January 10 വരെ. അതിനിടയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പോസ്റ്റ് പ്രിഫറൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഫീസ് ടോട്ടൽ 200 rupees ആവുന്നതായിരിക്കും ആ ഒരു സമയത്ത്. 200 രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലവാകും. പക്ഷേ ജോലി കിട്ടിയതിന് ശേഷം 15-20 വർഷം നിങ്ങളവിടെ സർവീസ് ചെയ്യേണ്ടതാണ്. അന്നേരം ദുഃഖിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് നേരത്തെ തന്നെ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തിരിക്കണം. പോസ്റ്റ് പ്രിഫറൻസ് ഏതാണോ നിങ്ങൾ കൊടുത്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോഴ്സ് ആയിരിക്കണം. ക്ലിയർ? ഇനി പിന്നൊരു കാര്യം പറയാനുണ്ട്. എക്സാം സ്റ്റാർട്ടാകാൻ പോകുന്ന കുട്ടികളെ നിങ്ങളുടെ 2026 February, March, April ആണ്. ഫെബ്രുവരി ലാസ്റ്റ് വീക്കോടെ നിങ്ങളുടെ എക്സാം സ്റ്റാർട്ടാകും. അതിന് മുന്നേ ഡൽഹി പോലീസിൻ്റെ ഉണ്ട്, പിന്നെ MDS ഉണ്ട്. അതിനുശേഷമാണ് SSCGയുടെ എക്സാം സ്റ്റാർട്ടാകാൻ പോകുന്നത്. അപ്പോൾ 2025-26 SSCGDക്ക് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി നിങ്ങൾ എവിടെയെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കൊള്ളട്ടെ, ഒരു ബെറ്റർ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വളരെ കുറഞ്ഞ പ്രൈസിൽ 2500 മാത്രം അടച്ചാൽ മതി. ഫിസിക്കൽ ട്രെയിനിങ്ങും പ്ലസ് റിട്ടേൺ ക്ലാസ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. SSCGD എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള 2022 എടുത്താലും 23 എടുത്താലും ഇനി വരാൻ പോകുന്ന 24 എടുത്താലും കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾ പാരാമിലിറ്ററിൽ പോയിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആനന്ദ് ഡിഫൻസ് അക്കാഡമിയിൽ നിന്നാണ്. ഈ വർഷത്തെയും റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അതുകൊണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ അവസാനം ഞാൻ ഒന്നുകൂടി പറയുന്നതായിരിക്കും. ക്ലിയർ? നോക്കൂ കുട്ടികളെ, വേക്കൻസി പറയുകയാണെങ്കിൽ 25,000 പ്ലസ് വേക്കൻസിയാണ്. 50,000 അടുത്ത് വേക്കൻസി ആവുന്നതായിരിക്കും. BSFൻ്റെയും അതുപോലെ CRPFൻ്റെ വേക്കൻസി ഇൻക്രീസ് ആവുന്നതായിരിക്കും. പിന്നെ പേപ്പർ കട്ടിങ്ങിൽ വന്ന ഒരു അപ്ഡേറ്റ് അനുസരിച്ച് ITBP പിന്നെ SSB എന്നിവയുടെ കൂടി വേക്കൻസി കൂടാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതേ സെയിം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വേക്കൻസി കൂടുമോ അതോ ഇല്ലയോ, കൂടുമെങ്കിൽ എത്രയാണ് കൂടുന്നത് എന്നറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കയറി നിങ്ങൾ കാണുക കുട്ടികളെ. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് കാര്യത്തിലോട്ട് പോകാം. നോക്കൂ കുട്ടികളെ, ഫസ്റ്റ് ആണ് പോസ്റ്റ് പ്രിഫറൻസ്. നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുമ്പോൾ ഇതേ രീതിയിലൊരു കോളം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. A, B, C, D, E, F, G. ജിയുടെ വേക്കൻസി ഇത്തവണ വന്നിട്ടില്ല. അതായത് NCBയുടെ വേക്കൻസി വന്നിട്ടില്ല. ഈ തവണ ടോട്ടൽ വേക്കൻസി വന്നിരിക്കുന്നത് ഈ 7 ഫോഴ്സിൻ്റെയാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ പോസ്റ്റ് പ്രിഫറൻസ് ചൂസ് ചെയ്യണം അത് ഈ ഒരു അവസാനം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും എൻ്റെ ഒപ്പീനിയൻ അനുസരിച്ച്. അപ്പോൾ നമുക്ക് ഓരോ ഫോഴ്സിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഇനി നമുക്ക് നോക്കാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ കാണുക. ഫസ്റ്റ് ആണ് BSF. എന്താണ് BSF? എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നതാണ്. BSFൻ്റെ ഫുൾ ഫോമാണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. ഇതിൻ്റെ മെയിൻ ടാസ്ക് എന്താണെന്ന് പറഞ്ഞാൽ, നോക്ക്, കഫേയിൽ സ്റ്റാഫ് കാണിക്കുന്ന മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞു തരാം. നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് പോസ്റ്റ് പ്രിഫറൻസ് കാണാം. ആ ഒരു സ്റ്റാഫ് നോക്കുമ്പം ABCD എന്ന് കിടക്കുന്നു. ഇതേ രീതിയിൽ എന്താണ് അവിടെ ആ ഒരു കോളത്തിലും ഫോം ഫില്ല് ചെയ്യുമ്പോൾ എന്താണ് ഇതേ രീതിയിൽ അങ്ങ് അപ്ഡേറ്റ് ചെയ്യും. ഇങ്ങനെ നിങ്ങൾ മിസ്റ്റേക്ക് കാണിക്കരുത്. അവർ ABCDEFH എന്നങ്ങ് കൊടുക്കും. നിങ്ങളുടെ ഡ്രീം ജോബ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ITBP ആയിരിക്കും, ആസാം റൈഫിൾ ആയിരിക്കും. പക്ഷേ സ്റ്റാഫ് കൊടുത്തതാണ് BSF ആണ്. ഫൈനലി നിങ്ങൾക്ക് എവിടെ സർവ് ചെയ്യേണ്ടി വരും? നിങ്ങൾക്ക് BSFൽ തന്നെ നിങ്ങളുടെ 15 അല്ലെങ്കിൽ 20 വർഷം സർവ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നേരത്തെ അറിഞ്ഞിരിക്കുക. ഇത് എടുത്തെടുത്ത് ഞാൻ പറയുന്നത് എന്താണ്, എന്നിട്ടും കുട്ടികൾ മിസ്റ്റേക്ക് കാണിക്കാറുണ്ട്. എന്നിട്ട് 15-20 വർഷമൊക്കെ നോർത്ത് ഈസ്റ്റ് പോയി കിടക്കും, അല്ലെങ്കിൽ ഇന്ത്യ നേപ്പാൾ, ഇന്ത്യ ഭൂട്ടാൻ ബോർഡറിൽ പോയി കിടക്കും.
ക്ലിയർ? അങ്ങനെ നിങ്ങൾക്ക് ഒരവസ്ഥ വരരുത് കേട്ടോ. BSF എന്ന് പറഞ്ഞാൽ എന്താണ്? ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. ഇന്ത്യയിലെ തന്നെ ഈ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ലാർജസ്റ്റ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സാണ് BSF. ഇതിൻ്റെ പേരിൽ തന്നെയുണ്ട്. നിങ്ങളുടെ കൂടുതലും ഡ്യൂട്ടി വരുന്ന എവിടെയാണ്? ബോർഡർ ഏരിയയിലായിരിക്കും. ബോർഡർ ഏരിയ എന്ന് പറയുമ്പം ഇന്ത്യയും മറ്റ് അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ബോർഡർ ഉണ്ടല്ലോ, ആ ഏരിയയിലായിരിക്കും നിങ്ങളുടെ ഡ്യൂട്ടി വരുന്നത്. നിങ്ങളുടെ യൂണിഫോം എന്ന് പറഞ്ഞാൽ ഇതേ രീതിയിലായിരിക്കും ബോർഡർ ഏരിയ കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ജോബും ഇതേ രീതിയിൽ തന്നെയായിരിക്കും. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നിങ്ങളുടെ മെയിൻ ടാസ്ക് എന്ന്. അപ്പോൾ നിങ്ങൾ ഇന്ത്യ പാക് ബോർഡർ, ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ, സ്റ്റേറ്റ് കൂടി ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നിങ്ങൾ സർവീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് BSF ചൂസ് ചെയ്യാവുന്നതാണ്. BSFിൻ്റെ യൂണിഫോം ഇപ്പോൾ ചേഞ്ച് ആയിട്ടുണ്ട്. നല്ല യൂണിഫോം പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ക്ലിയർ? നോക്ക്, നിങ്ങളുടെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് എന്താണ്? നോക്കൂ കുട്ടികളെ, ഇന്ത്യ പാക് ബോർഡറിൽ ഇൻ്റർനാഷണൽ ബൗണ്ടറി നിങ്ങൾ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യുക. അയൽ രാജ്യങ്ങളിൽ നിന്നും ഏതെങ്കിലും ടെററിസ്റ്റ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആക്ടിവിസ്റ്റ് ഇന്ത്യയിലേക്ക് കടന്നു വരരുത്. അതാണ് മെയിൻ ടാസ്ക് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ വരുന്ന സ്റ്റേറ്റ് ഏതൊക്കെയാണ്? പഞ്ചാബിൻ്റെ അടുത്ത് ബോർഡർ വരും, രാജസ്ഥാൻ വരും, ഗുജറാത്ത് വരും. അപ്പോൾ നിങ്ങൾ ഇവിടേക്ക് സെർവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ധൈര്യമായിട്ട് നിങ്ങൾക്ക് BSF ചൂസ് ചെയ്യാം. നെക്സ്റ്റ് നോക്കൂ കുട്ടികളെ, ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ സ്റ്റേറ്റ് ഏതൊക്കെയാണ് വരുന്നത്? ആസാം, വെസ്റ്റ് ബംഗാൾ, ത്രിപുര, മേഘാലയ, മിസോറാം. ഇവിടെയൊക്കെ നിങ്ങൾ സെർവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ധൈര്യമായിട്ട് നിങ്ങൾക്ക് BSF ചൂസ് ചെയ്യാം. ഇനി ഇൻ്റർനാഷണൽ ചെക്ക് പോസ്റ്റിലൊക്കെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോബ് ചെയ്യാവുന്നതാണ്. പിന്നെ BSF ഈസ് ആൾസോ സെൻറ്റ് ടു ആൻറ്റി നക്സൽ ഏരിയയിലും വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു മറ്റ് പാരാമിലിറ്ററി ഫോഴ്സ്, ഫോർ എക്സാമ്പിളായിട്ട് CRPF പോവുകയാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രൂപ്പ് പോവുകയാണ്, അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടും BSFിൽ നിന്ന് ഒരു ഗ്രൂപ്പ് പോകാറുണ്ട്. ആ ഒരു ടാസ്കും നിങ്ങളുടെ അണ്ടറിൽ വരുന്നതാണ്. പക്ഷേ എല്ലാ ലൊക്കേഷനിലും പോകത്തില്ല. ചില കണ്ടീഷനിൽ മാത്രമാണ് ആ ഒരു ടാസ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നെക്സ്റ്റ് ആണ് വാട്ടർ വിങ് എന്ന് പറയുന്നത്. ഓൺ റിവർ, സീ ബോർഡർ, ഓൺ സ്പീഡ് ബോട്ട് ഫോർ ഡ്യൂട്ടി. ഇത് വാട്ടർ വിങ്ങിൻ്റെ ഡ്യൂട്ടി നിങ്ങൾക്ക് വരാറുണ്ട്. കൂടുതലും വരുന്ന ഡ്യൂട്ടി ഏതാണെന്ന് പറഞ്ഞാൽ കുട്ടികളെ നോക്കൂ, ഈ ഇൻ്റർനാഷണൽ ബോർഡർ സെക്യൂരിറ്റിയാണ് നമ്മുടെ മെയിൻ ജോബ് എന്ന് പറയുന്നത്, മെയിൻ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളും ഇവിടെ സെർവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ധൈര്യമായിട്ട് നിങ്ങൾക്ക് BSF ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ സാലറി എന്ന് പറഞ്ഞാൽ കുറച്ച് ഹൈ ആയിരിക്കും വരാൻ പോകുന്നത്. കാരണം നിങ്ങൾ കൂടുതലും ബോർഡർ ഏരിയയിലാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മറ്റ് അലവൻസ്, അതുപോലെ നിങ്ങളുടെ അഡീഷണൽ സാലറി ഒക്കെ ആഡ് ചെയ്ത് നല്ലൊരു സാലറി ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. പിന്നെ 8ാമത്തെ പേ കമ്മീഷൻ വരാൻ പോവുകയാണ്. അതുകൂടി ഒന്ന് സ്റ്റാർട്ട് ആകുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു സാലറി ആയിരിക്കും ലഭിക്കാൻ പോകുന്നത്. സാലറിയുടെ കാര്യം ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല, ബാക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. സാലറിയുടെ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓരോ ഫോഴ്സിൻ്റെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. ക്ലിയർ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഏതാണ്? BSF, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. ക്ലിയർ ആയല്ലോ കുട്ടികളെ? ഇനി നമ്മുടെ നെക്സ്റ്റ് ആണ് CISF, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്. ഈ പേരിൽ തന്നെ ഉണ്ട് ഇൻഡസ്ട്രിയൽ എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിൽ, അതായത് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഡസ്ട്രിയൽ രീതിയിൽ അവിടെയെല്ലാം സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ് CISFിൻ്റെ മെയിൻ ടാസ്ക്. ക്ലിയർ? മനസ്സിലായ കുട്ടികളെ? ഇനി നമുക്ക് ഓരോ കാര്യങ്ങളും നോക്കാൻ ഡീറ്റെയിൽ ആയിട്ട്. മെയിനായിട്ട് എന്താണ് ഇവരുടെ ടാസ്ക്? യൂണിഫോം നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി നമുക്ക് ഇവരുടെ മെയിൻ ടാസ്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. നോക്കൂ കുട്ടികളെ, ഫസ്റ്റ് ഇവരുടെ മെയിൻ വരുന്നതാണ് എയർപോർട്ട്. എവിടെയാണ്? എയർപോർട്ട്. എയർപോർട്ടിൽ ഇവരുടെ വർക്ക് വരുന്നതായിരിക്കും. ദാറ്റ് മീൻസ് സെക്യൂരിറ്റി ജോബ് വരുന്നതായിരിക്കും ആസ് എ കോൺസ്റ്റബിൾ എന്ന രീതിയിൽ. അതുപോലെ തന്നെ ഹയർ ഓഫീസേഴ്സിൻ്റെ പോസ്റ്റിങ്ങും CISFിൻ്റെത് എയർപോർട്ടിലൊക്കെ വരാറുണ്ട്. മെയിൻലി വരുന്ന ലൊക്കേഷൻ, മെയിൻലി വരുന്ന എക്സാമ്പിളായിട്ട് പറയുകയാണ് ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ, കൊൽക്കത്ത, ഹൈദരാബാദ്, ചെന്നൈ എക്സെട്ര. ഇനിയും ഉണ്ട് ഒത്തിരി പ്ലേസ്, ഫുൾ ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ എയർപോർട്ടിൽ നിങ്ങൾ ജോബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ധൈര്യമായിട്ട് നിങ്ങൾക്ക് CISF ചൂസ് ചെയ്യാം. 2025 നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ വേക്കൻസി CISFിൻ്റെയാണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷവും CISFിൻ്റെ തന്നെയായിരുന്നു. പക്ഷേ ഈ തവണ BSFിൻ്റെയും CRPFിൻ്റെയും വേക്കൻസി ആയിരിക്കും കൂടുതൽ വരാൻ പോകുന്നത്. കാരണം BSFിൻ്റെയും CRPFിൻ്റെയും പുതിയ ബറ്റാലിയൻ വരാൻ പോവുകയാണ്. നെക്സ്റ്റ് വർക്കാണ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്. ഇൻഡസ്ട്രിയൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് കുട്ടികളെ നോക്കൂ. സ്റ്റീൽ പ്ലാന്റ് വരും, പവർ പ്ലാന്റ് വരും, ഓയിൽ റിഫൈനറീസ് വരും, പിന്നെ സ്പേസ് റിസർച്ച് സെൻറ്റർ വരും. ഏതൊക്കെയാണ്? ബാർക്ക്, ISRO, NPCIL. ഇവിടെയൊക്കെ സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നത് CISFിൻ്റെ മെയിൻ ടാസ്ക്കാണ്. ക്ലിയർ? തേർഡ് ഇമ്പോർട്ടൻറ്റ് റൂളാണ് ഗവൺമെൻറ് ബിൽഡിംഗ്, പാർലമെൻ്ററി ഹൗസസ് ബിൽഡിംഗ്, ഗവൺമെൻറ് ഓഫീസസ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് മിനിസ്ട്രി. ഡൽഹിയിലാണ് ഈ ഓഫീസസ് എല്ലാം വരുന്നത്. മെയിനായിട്ട് കൂടുതലും വരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർലമെൻ്ററി ബിൽഡിങ്ങിലൊക്കെ സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. ഫോർത്ത് ഇമ്പോർട്ടൻ്റ് ആണ് മെട്രോ. നിങ്ങൾ മെട്രോയിലൊക്കെ സർവീസ് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അവിടെ CISF എന്ന് പറയുന്ന ഒരു ഫോഴ്സ് കാണും. അവിടെയും സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. റെയിൽവേയിലാണെന്നുണ്ടെങ്കിൽ RPF ഉണ്ട്. നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും RPF. അത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സാണ്. CISF എന്ന് പറഞ്ഞാൽ ഇവർ മെയിൻലി വർക്ക് ചെയ്യുന്ന മെട്രോയിൽ ഇവർ സെക്യൂരിറ്റി ആയിട്ട് പോകാറുണ്ട്. അതും കോൺസ്റ്റബിൾ എന്ന രീതിയിലും മറ്റ് ഹയർ റാങ്കിലും അവിടെയും പോസ്റ്റിംഗ് വരാറുണ്ട്. ക്ലിയർ? ഇനി നെക്സ്റ്റ് ആണ് VIP സെക്യൂരിറ്റി ആൻഡ് സ്പെഷ്യൽ ഡ്യൂട്ടീസിനും CISFിൽ നിന്ന്
കോൺസ്റ്റബിൾ അല്ലെങ്കിൽ മറ്റ് റാങ്കിലുള്ള ആൾക്കാർ പോകാറുണ്ട്. CSFൻ്റെ മെയിൻ ടാസ്ക് നിങ്ങൾക്ക് മനസ്സിലായ ഇതൊക്കെയാണ് CSFൻ്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളും ഈ ടാസ്കിൽ ഇൻവോൾവ് ആകാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഇതുപോലുള്ള ടാസ്ക് ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ധൈര്യമായിട്ട് നിങ്ങൾക്ക് CSFലേക്ക് പോസ്റ്റ് പ്രിഫറൻസ് 1 ആയിട്ട് കൊടുക്കാവുന്നതാണ്. ക്ലിയർ. വേക്കൻസി നോക്കി കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ ഡ്രീം യൂണിഫോം ഏതാണോ അത് നിങ്ങൾ ചൂസ് ചെയ്യുക. ക്ലിയർ ആയല്ലോ കുട്ടികളെ. ഇനി നെക്സ്റ്റ് ഫോഴ്സിൻ്റെ അപ്ഡേറ്റ് ആണ് CRPF, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്. നമ്മുടെ കേരളത്തിലെ സ്റ്റേറ്റിലൊരു സ്റ്റേറ്റ് പോലീസുണ്ട്, അതേപോലെ തന്നെ സെൻട്രലിനും ഒരു റിസർവ് പോലീസുണ്ട്. കേരളത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നാൽ, ഡേഞ്ചറസ് ആയിട്ട് കാര്യങ്ങൾ നടന്നാൽ നമ്മുടെ കേരളത്തിലെ പോലീസിനെ കൊണ്ട് അത് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ CRPFൻ്റെ ഹെൽപ്പ് എടുക്കുന്നതായിരിക്കും. മനസ്സിലായ കുട്ടികൾ, അതാണ് CRPF, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പോലീസ് ഫോഴ്സിലും ഇതേ രീതിയിലുള്ള യൂണിഫോം അണിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് പ്രിഫറൻസ് ഫസ്റ്റ് കൊടുക്കാവുന്നതാണ്. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഇവരുടെ മെയിൻ ടാസ്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. എന്താണ് കുട്ടികളെ മെയിൻ ടാസ്ക്? നോക്കൂ കുട്ടികളെ, ഫസ്റ്റ് ആണ് നക്സൽ ഏരിയയിൽ നക്സലിസം കുറയ്ക്കുക എന്നുള്ളതാണ് ഇവരുടെ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റോൾ എന്ന് പറയുന്നത്. നക്സൽ ഏരിയ ഏറ്റവും കൂടുതലുള്ള എവിടെയൊക്കെയാണ്? ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, ഒഡീസ എന്നീ ഏരിയകളിലാണ് ഏറ്റവും കൂടുതലുള്ളത്. നമ്മുടെ കേരളത്തിലെ നക്സലിസം ടോട്ടലായിട്ട് അവോയ്ഡ് ആയിട്ടുണ്ട്, ഇപ്പോൾ ഇല്ല. ഇപ്പോൾ 2025 വന്ന അപ്ഡേറ്റ് അനുസരിച്ച് കേരളത്തിലെ ഒരു ജില്ല പോലും നക്സലിസം കാറ്റഗറിയിൽ വരുന്നില്ല. നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നമ്മുടെ കേരളത്തെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ നോട്ടിഫിക്കേഷനകത്ത് കാറ്റഗറി ജനറലും ഉണ്ടായിരുന്നു, പിന്നെ നക്സൽ ഏരിയ ഉണ്ടായിരുന്നു. ഈ തവണ അതില്ല. ക്ലിയർ. നക്സൽ ഏരിയ എഫക്റ്റഡ് പ്ലേസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് ജമ്മു ആൻഡ് കാശ്മീർ ഏരിയയിൽ ആൻറ്റി ടെററിസം ഓപ്പറേഷനകത്ത് ഇൻവോൾവ് ആവുക. അവിടെയും വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ കാര്യം പറഞ്ഞാൽ അവിടെ ആൾറെഡി RR ഉണ്ട്, രാഷ്ട്രീയ റൈഫിൾസ് ഉണ്ട്, മറ്റു പല ആർമി യൂണിറ്റുകളുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ സപ്പോർട്ടായിട്ട് CRPFും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ മെയിൻ റൂട്ടുകളും കൺവോയ് റൂട്ടുകളും എല്ലാം CRPFും അവിടെ കൺട്രോൾ ചെയ്യാറുണ്ട്. മനസ്സിലായ കുട്ടികളെ. ഓപ്പറേഷൻസ് പിന്നെ അംബൂഷ് എന്നീ രീതിയിലുള്ള കാര്യങ്ങൾ കൂടി CRPF അവിടെ ചെയ്യാറുണ്ട്. ജമ്മു ആൻഡ് കാശ്മീർ ആൻറ്റി ടെററിസം ഓപ്പറേഷൻ ഇവരുടെ ടാസ്കിനകത്ത് പെടുന്നുണ്ട്. നെക്സ്റ്റ് ആണ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ. നോർത്ത് ഈസ്റ്റിലും ഇവർ മെയിൻ വർക്ക് അവിടെയും ചെയ്തുകൊണ്ട് അവിടെയും പല രീതിയിലുള്ള ഓപ്പറേഷൻസ് നടക്കാറുണ്ട്, അതിനകത്തും ഇവർ ഹെൽപ്പ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ഇലക്ഷൻ ഡ്യൂട്ടിയിലും പോകാറുണ്ട്. ഇലക്ഷൻ ഡ്യൂട്ടിയിൽ മെയിനായിട്ട് CRPF ആണ് പോകുന്നത്. ഓൾ ഓവർ ഇന്ത്യയിലാണ് പോകുന്നത് ഇലക്ഷൻ ഡ്യൂട്ടിയിൽ. മേജർ റൂളാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. അത് ലോകസഭയാണെങ്കിലും അതുപോലെ തന്നെ വിധാനസഭ ഇലക്ഷൻ ആണെങ്കിലും. നെക്സ്റ്റ് ആണ് ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി, പിന്നെ VIP സെക്യൂരിറ്റി ഓഫീസ്, പിന്നെ VIP പ്രൊട്ടക്ഷൻ. ഇതെല്ലാം ഇവരുടെ അണ്ടറിൽ വരുന്നതാണ്. ക്ലിയർ. പിന്നെ കുട്ടികളെ നോക്ക്, ഈ VIP സെക്യൂരിറ്റി എന്ന് പറയുന്നത് മിക്ക പാരാമിലിറ്ററി ഫോഴ്സിനും വരാറുണ്ട്. അത് അവർക്ക് കിട്ടുന്ന ഡീറ്റെയിലും ടാസ്കും പിന്നെ ഏത് ലൊക്കേഷനിലാണ് അതൊക്കെ അനുസരിച്ചിരിക്കും കേട്ടോ. VIP ടാസ്ക് എന്നൊക്കെ പറയുന്നത് അത് എല്ലാവർക്കും അങ്ങനെ കിട്ടത്തില്ല. നെക്സ്റ്റ് ആണ് RAF, അതായത് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിലും പോസ്റ്റിംഗ് കിട്ടാറുണ്ട്. ക്രൗഡൊക്കെ കൺട്രോൾ ചെയ്യുന്നതിനകത്തും ഇവർ വർക്ക് ചെയ്യാറുണ്ട്. ഫൈനലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, മിക്ക കുട്ടികളും പോകാൻ ആഗ്രഹിക്കുന്നത്, അതായത് ഈ CRPFിൽ പോകാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു പോയിൻ്റ് കൊണ്ടാണ്. അതായത് കോബ്ര കമാൻഡോസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമിയിലും അതുപോലെ തന്നെ ടെറിട്ടോറിയൽ ആർമിയിൽ നിങ്ങൾ സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ പോകാം? നിങ്ങൾക്ക് NSG അല്ലെങ്കിൽ കമാൻഡോയിലോട്ട് പോകാം. പാരാമിലിറ്ററിയിലാണെങ്കിലും പോകാം. മനസ്സിലായി. ഈ പാരാമിലിറ്ററിൽ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയാലും നിങ്ങൾക്ക് എങ്ങോട്ട് പോകാം? നിങ്ങൾ NSGയിലോട്ട് പോകാവുന്നതാണ്. അവിടെ നിങ്ങൾക്ക് സ്പെഷ്യൽ ഗ്രൂപ്പുണ്ട്. മനസ്സിലായി. SAG അല്ലെങ്കിൽ SRG എന്ന് പറയുന്ന സ്പെഷ്യൽ ഗ്രൂപ്പുണ്ട് അവിടെയും നിങ്ങൾക്ക് പോകാവുന്നതാണ്. അതുകൊണ്ട് പാരാമിലിറ്ററിൽ നിങ്ങൾക്ക് ജോലി കിട്ടിയാലും നിങ്ങൾക്ക് NSGയിൽ പോകാവുന്നതാണ്. അതുപോലെ തന്നെ കോബ്ര കമാൻഡോസ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ കമാൻഡോ ഗ്രൂപ്പുണ്ട്. സ്പെഷ്യലി ഇത് ടാർഗറ്റ് ചെയ്യുന്നത് നക്സലിനെതിരെയാണ്. മനസ്സിലായ. നക്സലിസം പ്രോപ്പറായിട്ട്, അതായത് പൂർണ്ണ രൂപത്തിൽ നിർത്താനായിട്ട് അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് രൂപീകരിച്ചൊരു ഗ്രൂപ്പാണ് കോബ്ര കമാൻഡോസ് എന്ന് പറയുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റ് പല ടാസ്കുകൾ ഇവർക്ക് വരാറുണ്ട്. എവിടെയാണോ ഇവരുടെ ഹെൽപ്പ് വരുന്നത് ആ ഒരു സമയത്ത് കോബ്ര കമാൻഡോസിൻ്റെ ഹെൽപ്പ് എടുക്കാറുണ്ട്. ക്ലിയർ. ഈ ഒരു കാരണത്താലും ഒരു സ്പെഷ്യൽ ഇലൈറ്റ് ഫോഴ്സാണ് CRPFിൻ്റെ കോബ്ര കമാൻഡോസ് എന്ന് പറയുന്നത്. പിന്നെ പാരാമിലിറ്ററി എല്ലാ ഫോഴ്സിൻ്റെയും സാലറി ഹൈ ആണ് കുട്ടികളെ. കാരണം ഇവരുടെയൊക്കെ ടാസ്ക് എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ടാസ്കുകളാണ് വരുന്നത്. പല ലൊക്കേഷനിലും പല രീതിയിലും വർക്ക് വരുന്നത്. സാലറി നല്ലതാണ് വരുന്നത് കേട്ടോ. എല്ലാവർക്കും അലവൻസസ് വരുന്നുണ്ട്. അവരുടെ സർവീസ് അനുസരിച്ചും അവർ എവിടെയാണോ പോസ്റ്റിംഗ് അതനുസരിച്ചും, പീസ് ഏരിയ ആണോ, ഹൈ ആൾട്ടിറ്റ്യൂഡ് ആണോ, പിന്നെ അതുപോലെ തന്നെ CHN ഗ്ലേസിയർ ആണോ, നോർത്ത് ഈസ്റ്റിലെ ഏരിയ ആണോ, അരുണാചൽ പ്രദേശ് ആണോ, എവിടെയാണോ അതനുസരിച്ച് അവരുടെ സാലറി അപ്പ് ഡൗൺ വരുന്നതായിരിക്കും. ക്ലിയർ. അപ്പോൾ നിങ്ങളും ഇതേ രീതിയിൽ നക്സൽ ഏരിയാസിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ജമ്മു ആൻഡ് കാശ്മീരിൽ ആൻറ്റി ടെററിസം ഓപ്പറേഷൻ ഇൻവോൾവ് ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇലക്ഷൻ ഡ്യൂട്ടി അതുപോലെ കോബ്ര കമാൻഡോസിൽ ജോബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും സെൻട്രലിൻ്റെ റിസർവ് പോലീസ് ഫോഴ്സിൻ്റെ ഒരു പാർട്ടാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് CRPF ആദ്യം ചൂസ് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആയല്ലോ. കണ്ണുമടച്ചൊന്നും CRPF ആദ്യം കൊടുക്കരുത്. ഇതാണ് മെയിൻ ടാസ്ക് എന്ന് പറയുന്നത്. ക്ലിയർ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോഴ്സാണ് SSB. SSB എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ?
സശസ്ത്ര സീമാ ബൽ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. ഇനി ഇവരുടെ മെയിൻ പോസ്റ്റിംഗ് എവിടേക്കാണെന്ന് നോക്കാം. ക്ലിയർ? നോക്കൂ കുട്ടികളെ, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അധികമൊന്നും പറയാനില്ല. റീസൺ, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ വളരെ കുറവാണ്. സെർവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നതിന് വളരെ കുറച്ച് കുട്ടികൾ ഇവിടെ പോകാറുള്ളൂ, വളരെ റെയറാണ്. നോക്ക്, മെയിനായിട്ട് വരുന്ന ഇന്ത്യ നേപ്പാൾ ബോർഡറിലായിരിക്കും സർവീസ് വരുന്നത്. ഏതൊക്കെ സ്റ്റേറ്റുമായിട്ടാണ് കണക്ട് വരുന്നത് നോക്കാം. ഉത്തർപ്രദേശ്, ബീഹാർ, ഉത്തരാഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, സിക്കിം എന്നീ സ്റ്റേറ്റിലായിരിക്കും പോസ്റ്റിംഗ് ലഭിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ഏതെങ്കിലും കുട്ടികൾ ഈ ഏരിയയിൽ പോകാൻ ആഗ്രഹിക്കുമോ? കാരണം നമ്മളെക്കാട്ടി മുന്നേ തന്നെ ഒത്തിരി കുട്ടികൾ ഇവിടെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. കേരളത്തിലെ കുട്ടികൾ പോകാൻ ആഗ്രഹിക്കുന്നില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, നമുക്ക് വേക്കൻസി ഉണ്ട്, അതനുസരിച്ച് എന്താണ് നമ്മുടെ കുട്ടികൾ പോകുന്നതാണ് അവിടെ. ക്ലിയർ? സ്റ്റേറ്റ് വൈസ് വേക്കൻസിയാണ് വരുന്നത്. സ്റ്റേറ്റ് വൈസ് വേക്കൻസി വരുമ്പോൾ ഈ തവണ 330 മെയിലിന് വന്നേക്കുന്നത്, 24 ആണെന്ന് തോന്നുന്നു ഐ തിങ്ക് ഫീമെയിലിന് വന്നേക്കുന്നത്. അവിടെയും 1-2 ഫോഴ്സിന് വന്നിട്ടില്ല. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കയറി കാണുക നിങ്ങൾ സ്റ്റേറ്റ് വൈസ് വേക്കൻസിയുടെ അപ്ഡേറ്റ്സ് എല്ലാം. ക്ലിയർ? അപ്പോൾ നിങ്ങളും ഇന്ത്യ നേപ്പാൾ ബോർഡർ ഏരിയയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് പ്രിഫറൻസ് 1 ആയിട്ട് കൊടുക്കുക. പിന്നെ ഇന്ത്യ ഭൂട്ടാൻ ബോർഡറിൽ സർവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ, സ്പെഷ്യലി പറയുകയാണെങ്കിൽ ആസാം, അരുണാചൽ പ്രദേശ്, വെസ്റ്റ് ബംഗാൾ, സിക്കിം ഈ ഒരു ഏരിയയിലേക്ക് നിങ്ങൾ സർവീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ധൈര്യമായിട്ട് നിങ്ങൾക്ക് SSB ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ കൗണ്ടർ ഇൻഷുറൻസ് ഡ്യൂട്ടി വരുന്നത് ജമ്മുവിലും അതുപോലെ തന്നെ ആസാം ഏരിയയിലൊക്കെ നോർത്ത് ഈസ്റ്റിലാണ് വരുന്നത്. ഇൻറ്റേർണൽ സെക്യൂരിറ്റി ഡ്യൂട്ടിയാണ് വരുന്നത്. ഇലക്ഷൻ ഡ്യൂട്ടിയൊക്കെ ഇവർക്കും വരാറുണ്ട്. ഫെസ്റ്റിവൽ കൺട്രോൾ ചെയ്യാനും അറ്റ് ദ സെയിം ടൈം ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ലോകസഭയിലും വിധാനസഭയിലും ഇലക്ഷന് അവിടെ എക്സ്ട്രാ ഫോഴ്സിന് റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ ഇവർ പോകുന്നതായിരിക്കും. അല്ലാതെയും ഇവരെയും അവിടെ ഡീറ്റെയിൽ ചെയ്യാറുണ്ട്. ഏറ്റവും ഔട്ടർ സർക്കിളായിരിക്കും ഇവരുടെ വർക്കൊക്കെ വരുന്നത്. ഫൈനലി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ഇവരുടെ ചെറിയ ഡ്യൂട്ടീസ് വരാറുണ്ട്. അതായത് വെള്ളപ്പൊക്കം, അതുപോലെ തന്നെ ഭൂകമ്പം എന്നീ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ സപ്പോർട്ടിനായിട്ടും SSB പോകാറുണ്ട്. ക്ലിയർ? അപ്പോൾ നിങ്ങളും SSB എന്നൊരു ഫോഴ്സിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഡ്രീം അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം ഈ ലൊക്കേഷനിലാണ്, ഇവിടെയാണ് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇതാണ് നിങ്ങളുടെ യൂണിഫോം എന്ന് പറയുന്നത്, ധൈര്യമായിട്ട് നിങ്ങൾക്ക് SSB ചൂസ് ചെയ്യാവുന്നതാണ്. ക്ലിയർ? നെക്സ്റ്റ് ആണ് ITBP. ITBP എന്ന് പറഞ്ഞാൽ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് എന്നാണ്. ഇതും ഒരു സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സ് ആണ്. ഇവിടെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ പോസ്റ്റിംഗ് കൂടുതലും വരുന്നത് ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയയിലായിരിക്കും. അതായത് മഞ്ഞ് വീഴുന്ന ലൊക്കേഷനിലായിരിക്കും നിങ്ങളുടെ പോസ്റ്റിംഗ് കൂടുതലും വരുന്നത്. അവിടെ അലൗൺസസ് വളരെ കൂടുതലായിരിക്കും കേട്ടോ കുട്ടികൾ. അതും വളരെ ക്ലിയറായിട്ട് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. -40°C വരെ, അത്രയും ഡിഗ്രി സെൽഷ്യസ് തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും നിങ്ങളുടെ പോസ്റ്റിംഗ് വരുന്നത്. സ്പെഷ്യലി ഇന്ത്യ ചൈന ബോർഡറിൽ സർവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ധൈര്യമായിട്ട് നിങ്ങൾക്ക് ITBP ചൂസ് ചെയ്യാവുന്നതാണ്. ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, സിക്കിം, അരുണാചൽ പ്രദേശ് എന്നീ ഏരിയയിലൊക്കെ നിങ്ങൾക്ക് സർവ് ചെയ്യേണ്ടി വരും. പിന്നെ സ്പെഷ്യൽ ഡ്യൂട്ടീസ്, ആൻറ്റി നക്സൽ ഓപ്പറേഷൻ, ഇലക്ഷൻ ഡ്യൂട്ടി, VIP സെക്യൂരിറ്റി, പിന്നെ UN പീസ് കീപ്പിംഗ് മിഷൻ നിങ്ങൾക്ക് ഡ്യൂട്ടി വരും. നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ്, UN മിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മറ്റ് കൺട്രികളിൽ പോയിട്ട് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ചെയ്യേണ്ടി വരും. അവിടെ നിങ്ങൾ സെർവ് ചെയ്യേണ്ടി വരും. അതിനെയാണ് നമ്മൾ UN മിഷൻ എന്ന് പറയുന്നത്. അതായത് നിങ്ങളിപ്പോൾ മറ്റേതെങ്കിലും രാജ്യങ്ങൾ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ സൗത്ത് ആഫ്രിക്ക അല്ലെങ്കിൽ നൈജീരിയ, USA, അത് എവിടെയാണോ നിങ്ങൾക്ക് വേക്കൻസി വരുന്നത് അതനുസരിച്ചിട്ടാണ്. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞതാണ്, മനസ്സിലായി? മറ്റേതെങ്കിലും കൺട്രിയിൽ പോയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടി വരും. കൂടുതൽ നാളുകളല്ല, ചിലപ്പോൾ 3 മാസം ഡ്യൂറേഷൻ, 6 മാസം, 9 മന്ത്, 1 ഇയർ, അതേ രീതിയിലായിരിക്കും. അത് പിന്നെ ഇങ്ങനെ ആൾട്ടർനേറ്റീവായിട്ട് മാറിക്കൊണ്ടിരിക്കും. പിന്നെ ബറ്റാലിയനും മാറിക്കൊണ്ടിരിക്കും, മനസ്സിലായി? അതനുസരിച്ചിട്ടാണ് നിങ്ങൾക്കിവിടെ ഈ പറയുന്ന UN പീസ് കീപ്പിംഗ് മിഷൻ എന്ന് പറയുന്ന ഇവിടെ ഡ്യൂട്ടി ലഭിക്കാൻ പോകുന്നത്. സ്പെഷ്യൽ ഡ്യൂട്ടീസാണ് ഇതൊക്കെ. ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന്. നോക്കൂ, സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇന്ത്യ ചൈന ബോർഡറിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ലൊക്കാലിറ്റി ഇതൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. ക്ലിയർ? അവിടെ നല്ല തണുപ്പ് ഏരിയ ആയിരിക്കും മോസ്റ്റ്ലി നിങ്ങളുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. -40°C ആണ്. എത്രയാണോ ഹാർഡ് അതനുസരിച്ച് നിങ്ങളുടെ സാലറിയിലും വ്യത്യാസം വരുന്നതായിരിക്കും. എപ്പോഴും നിങ്ങൾ അവിടെ ആയിരിക്കത്തില്ല സർവ് ചെയ്യുന്നത്, നിങ്ങൾ അപ്പ് ഡൗൺ ആയിരിക്കും, മനസ്സിലായോ? ഫുൾ ടൈം നിങ്ങൾക്ക് ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയയിലൊന്നും സർവീസ് ചെയ്യാൻ പറ്റത്തില്ല, ഒരു ലിമിറ്റുണ്ട്. അപ്പം ഞാൻ ആർമിയിൽ സർവ് ചെയ്തപ്പോൾ എനിക്ക് ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ പോസ്റ്റിംഗ് കിട്ടിയപ്പോൾ അവിടെ ഞങ്ങളെ യൂണിറ്റിൻ്റെ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ 24 മന്ത് ആയിരുന്നു. ചില യൂണിറ്റ് 3 ഇയർ ആയിരുന്നു, 36 മന്ത് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഡൗൺ ആയി, വേറെ യൂണിറ്റ് അവിടെ കയറി. ഞങ്ങൾക്ക് പിന്നെ നേരെ പീസ് ലൊക്കേഷൻ കിട്ടി. അതിനുശേഷം നേരെ കിട്ടിയത് രാജസ്ഥാനായിരുന്നു, അൽവർ ലൊക്കേഷൻ. അതേ രീതിയിലാണ് നിങ്ങൾക്ക് ഇവിടെ അപ്പ് ഡൗൺ വരും. കാരണം ഒരു പട്ടാളക്കാരന് കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും -40°C സെർവ് ചെയ്യാൻ പറ്റത്തില്ല. ക്ലിയർ? ഓക്കെ, ക്ലിയർ ആയാലും. അപ്പോൾ നിങ്ങളും ITBP എന്നൊരു ഫോഴ്സിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഗോൾ ഇതാണോ, യൂണിഫോം ഇതാണ്, ആഗ്രഹമുണ്ടോ, ധൈര്യമായിട്ട് ഫോം ഫില്ലിങ്ങിനകത്ത് പോസ്റ്റ് പ്രിഫറൻസ് 1 ആയിട്ട് കൊടുക്കാം. നെക്സ്റ്റ് ആണ് ആസാം റൈഫിൾസ്. പാരാമിലിറ്ററിയിലെ എല്ലാ ഫോഴ്സിൻ്റെയും കാര്യം പറഞ്ഞാൽ ആസാം റൈഫിൾസ് ആർമിയോട് സപ്പോർട്ട് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. ഇവരുടെ യൂണിഫോം എന്ന് പറയുന്നത് തന്നെ ആർമിയുടെ കണക്കുള്ള സെയിം യൂണിഫോമാണ്. അപ്പോൾ നിങ്ങളും ഇന്ത്യൻ ആർമിയൊക്കെ തയ്യാറെടുത്തിട്ട് നിങ്ങൾക്ക് ആർമിയിൽ സെലക്ഷൻ കിട്ടിയില്ല, പക്ഷേ നിങ്ങൾക്ക് ഇന്ത്യൻ ആർമിയുടെ യൂണിഫോമിനോട് നല്ലൊരു സ്നേഹമുണ്ട്, അത് നിങ്ങൾ അണിയാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ നിങ്ങൾ ചാൻസ് നഷ്ടപ്പെട്ട ജോബറായി, ഒട്ടും പേടിക്കേണ്ട, ധൈര്യമായിട്ട് നിങ്ങൾ ആസാം റൈഫിൾസ് ചൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ ഒരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ, നോക്ക്, നിങ്ങൾ കൂടുതലും പോസ്റ്റിംഗ് വരുന്നത് നോർത്ത് ഈസ്റ്റ് ഏരിയയിലായിരിക്കും. കൂടുതലും നിങ്ങളുടെ പോസ്റ്റിംഗ് വരുന്നത് എവിടെയായിരിക്കും? നോർത്ത് ഈസ്റ്റ് ഏരിയയിലായിരിക്കും കേട്ടോ കുട്ടികൾ. നോക്കൂ, ഇന്ത്യ മ്യാൻമാർ ബോർഡർ,
മെയിൻ പോസ്റ്റിംഗ് മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ് അതേപോലുള്ള ലൊക്കേഷനിലായിരിക്കും. പിന്നെ കൂടുതലും വരുന്ന ഫോറസ്റ്റിലെ മൗണ്ടെയിൻ ആയിട്ടുള്ള ഡിഫിക്കൽട്ട് ഏരിയസിലായിരിക്കും നിങ്ങളുടെ പോസ്റ്റിംഗ് വരുന്നത്. കൗണ്ടർ ഇൻഷുറൻസി ഏരിയയിൽ നിങ്ങളുടെ വർക്ക് വരുന്നതായിരിക്കും, ഡ്യൂട്ടി വരുന്നതായിരിക്കും. അതും നിങ്ങളിവിടെ ഓപ്പറേഷനൊക്കെ കണ്ടക്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ നിങ്ങൾ ആരുടെ ഹെൽപ്പോടായിരിക്കും, ആർമിയുടെ ഹെൽപ്പോടായിരിക്കും നിങ്ങളിവിടെ എല്ലാ കാര്യങ്ങളും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ ഹെൽപ്പിനായിട്ട് അല്ലെങ്കിൽ ആർമിയുടെ ഹെൽപ്പിനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊളാബ് ചെയ്തിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇൻറ്റേർണൽ സെക്യൂരിറ്റി വരും. അത് നോർത്ത് ഈസ്റ്റിലെ 7 സ്റ്റേറ്റിനകത്തായിരിക്കും വരുന്നത്. അത് നോർത്ത് ഈസ്റ്റിലെ 7 സ്റ്റേറ്റിലായിരിക്കും ആ ഇൻറ്റേർണൽ സെക്യൂരിറ്റി ഡ്യൂട്ടി വരുന്നത് കൂടുതലും വരുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇലക്ഷൻ ഡ്യൂട്ടിയും വരുന്നതായിരിക്കും അതാത് സ്റ്റേറ്റുകളിൽ. ക്ലിയർ. നെക്സ്റ്റാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ നിങ്ങളുടെ ഹെൽപ്പ് വരുന്നതായിരിക്കും. ക്ലിയർ. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം, നേരത്തെ പറഞ്ഞാണെങ്കിൽ ഭൂകമ്പം എന്നീ കാര്യങ്ങളിലും നിങ്ങളുടെ ഹെൽപ്പ് വരുന്നതായിരിക്കും. അതായത് നിങ്ങളുടെ ഡ്യൂട്ടി വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളും ഇവിടെയൊക്കെ ജോബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആസാം റൈഫിൾസ് ഫസ്റ്റ് ഓപ്ഷനായിട്ട് ചൂസ് ചെയ്യാവുന്ന. സോ യുവർ ലാസ്റ്റാണ് SSF. നിങ്ങൾ ഡൽഹിയിൽ മാത്രമാണ് സർവീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, മീനിങ് 90% നിങ്ങൾ ഡൽഹിയിൽ സർവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് SSF ചൂസ് ചെയ്യാവുന്നതാണ്. ഈസി ജോബാണ്, അധികം ഹാർഡ് വർക്ക് ഒന്നും തന്നെയില്ല, സിമ്പിൾ ജോബാണ്. 8 മണിക്കൂർ നിങ്ങളുടെ വർക്കിംഗ് അവറാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഒത്തിരി ടൈം കിട്ടും. മോസ്റ്റ്ലി സാറ്റർഡേ ആൻഡ് സൺഡേ ബ്രേക്ക് ആയിരിക്കും. നിങ്ങൾക്ക് SSFൽ സർവ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് പഠിക്കണമെന്നുണ്ടോ, അതോ SSC, CHSL, CGL, UPSC എന്നീ എക്സാമിന് നിങ്ങൾ കണ്ടിന്യൂസ് പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി ലെവൽ നല്ലതാണ്. നിങ്ങളുടെ കട്ട് ഓഫ്, അതായത് നിങ്ങളുടെ മാർക്ക്, SSCGയുടെ മാർക്ക് നിങ്ങൾക്ക് ഉറപ്പുണ്ട് 130+, 140+ വരുമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് SSF ചൂസ് ചെയ്യാവുന്നതാണ്. ഫീമെയിൽ കേഡറ്റിന് ഇത്തവണ വേക്കൻസി വന്നിട്ടില്ല. ടോട്ടൽ വേക്കൻസി തന്നെ 23 ആണ് വന്നിരിക്കുന്നത്. SSFൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾ ഓവർ ഇന്ത്യ ലെവലിലാണ് ഇതിൻ്റെ കട്ട് ഓഫ് വരുന്നത്, സ്റ്റേറ്റ് വൈസ് അല്ല. ക്ലിയർ? ഓക്കെ, ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന്. അപ്പോൾ നിങ്ങളും ഇവിടെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നോക്കുക കുട്ടികളെ, നിങ്ങളുടെ മെയിൻ വർക്ക് വരുന്നത് രാഷ്ട്രപതി ഭവൻ നിങ്ങളുടെ വർക്ക് വരും. പിന്നെ ക്യാബിനറ്റ് സെക്രട്ടറി, അതായത് സൗത്ത് ബ്ലോക്ക് അതിൻ്റെ നോർത്ത് ബ്ലോക്ക് ഉണ്ട്. ഇത് ഡൽഹിയിലാണ് മെയിൻലി ലൊക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ പ്രൈം മിനിസ്റ്റർ ഓഫീസ് നോർത്ത് ബ്ലോക്കിലെ ഈ ഓഫീസുകൾ, സൗത്ത് ബ്ലോക്ക്, പിന്നെ സെൻട്രൽ വിസ്റ്റ, അതർ ബിൽഡിംഗ് ഏരിയാസ്, സെക്യൂരിറ്റി ഏരിയാസ്, പിന്നെ സെൻട്രൽ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്, ഇവിടെയെല്ലാം സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ് നിങ്ങളുടെ മെയിൻ ടാസ്ക് SSFൻ്റെ. ക്ലിയർ ആയല്ലോ? ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന്. ഈ തവണ വന്ന എല്ലാ ഫോഴ്സിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത്രയും ഫോഴ്സിൻ്റെ വേക്കൻസിയാണ് ഈ തവണ വന്നിരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കൂ കുട്ടികളെ. BSFൻ്റെ വന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, CSFൻ്റെ വന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, CRPFൻ്റെ വന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, SSB ഞാൻ പറഞ്ഞു, ITBP ഞാൻ പറഞ്ഞു, ആസാം റൈഫിൾസ് ഞാൻ പറഞ്ഞു, SSF ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് നിങ്ങൾക്ക് ഇതേ രീതിയിൽ പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് നോക്കൂ. ഫസ്റ്റ് ഞാൻ SSF കൊടുത്തു, കോഡ് എന്താണ് H. ഇവിടെ നിങ്ങൾക്ക് കാണാം കോഡ് എന്താണ് H. നെക്സ്റ്റ് CSF കൊടുത്തു, കോഡ് എന്താണ് B. നെക്സ്റ്റ് എന്ത് കൊടുത്തു? SSB കൊടുത്തു, കോഡ് എന്താണ് D. നെക്സ്റ്റ് CRPF കൊടുത്തു, കോഡ് എന്താണ് C. നെക്സ്റ്റ് ആസാം റൈഫിൾസ് കൊടുത്തു, കോഡ് എന്താണ് F. നെക്സ്റ്റ് എന്താണ് ITBP കൊടുത്തു, കോഡ് എന്താണ് E. നെക്സ്റ്റ് എന്താണ് BSF, അതിൻ്റെ കോഡ് എന്താണ് A. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളും പോസ്റ്റ് പ്രിഫറൻസ് നിങ്ങളുടെ ഫോം ഫില്ലിംഗ് സമയത്ത് നിങ്ങൾ കൊടുക്കുക. ക്ലിയർ ആയല്ലോ? അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോഴ്സ് അല്ല നിങ്ങളവിടെ ഫില്ല് ചെയ്തതെങ്കിൽ ഒട്ടും പേടിക്കേണ്ട. ഒന്ന് ഇതേ രീതിയിലൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. കറക്ഷൻ വിൻഡോ സമയത്ത് നമുക്ക് ഒന്ന് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഇനിയും ഈ എല്ലാ ഫോഴ്സിനും ഡീറ്റെയിൽ ആയിട്ട് ഏതെങ്കിലും വീഡിയോസ് ആഗ്രഹിക്കുന്നതിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. കേരളത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആന ഡിഫൻസ് അക്കാഡമിയിൽ ഓൺലൈൻ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് വെറും 2500 രൂപയ്ക്കാണ്. ഈ ഒരു ഫീസിൽ നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡഡ് സെഷൻ ക്ലാസ് കിട്ടും. നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പേടിക്കേണ്ട, റെക്കോർഡഡ് ക്ലാസ് കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ആ ക്ലാസ്സുകൾ കാണാവുന്നതാണ്. വീക്കിലി 6 ദിവസം ക്ലാസ്സുകളുണ്ട്. ഡെയിലി പ്രാക്ടീസ് പേപ്പർ കിട്ടും, മോക്ക് ടെസ്റ്റ് കിട്ടും. മോക്ക് ടെസ്റ്റ് എത്രയാണെന്നറിയോ? 150 അടുത്ത് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് കിട്ടുന്നതായിരിക്കും. പിന്നെ കഴിഞ്ഞ ഷിഫ്റ്റിൽ ചോദിച്ച്, കഴിഞ്ഞ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ 2024 എക്സാമിന് ചോദിച്ച് 43 ഷിഫ്റ്റിൻ്റെ എക്സാം പേപ്പർ നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ലഭിക്കുന്നതായിരിക്കും. ക്ലിയർ ആയ കുട്ടികളെ? ഇതോടൊപ്പം തന്നെ ഒരു അഡീഷണൽ പോയിൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ ആന ഡിഫൻസ് അക്കാഡമിയിൽ നിന്ന് നിങ്ങൾക്ക് ഈ 2500 രൂപയ്ക്കൊപ്പം തന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും. എക്സാം പാസ്സായ ഉടനെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാവുന്നതാണ്. ഇവിടെ നിന്ന് നല്ല രീതിയിൽ നിങ്ങളുടെ ബോഡി സെറ്റാക്കി അവിടെ ട്രെയിനിങ്ങിന് ചെന്നാലും നിങ്ങൾക്ക് ഇഞ്ചുറീസ് ഒന്നും വരാത്ത രീതിയിൽ പ്രോപ്പർ നല്ലൊരു അത്ലറ്റിക് പെർഫോമൻസ് ആക്കി നിങ്ങൾ ഇവിടെ നിന്ന് വിടുന്നതായിരിക്കും. അപ്പോൾ ഈ 2500 രൂപയിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത്രയും ഫെസിലിറ്റീസ് നമ്മുടെ കേരളത്തിൽ വേറെ എവിടെയെങ്കിലും പ്രൊവൈഡ് ചെയ്യുമെന്ന്? ചെയ്യുന്നില്ല. എത്ര വലിയ പ്ലാറ്റ്ഫോം എടുത്താലും നിങ്ങളൊന്ന് നോക്കിയാൽ മതി, ലഭിക്കത്തില്ല. ഇത്രയും മോക്ക് ടെസ്റ്റ് പോലും കിട്ടത്തില്ല. ക്ലിയർ ആയല്ലോ? അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഒട്ടും മടിക്കാതെ ഉടനെ ജോയിൻ ചെയ്യുക.
ഈ ഒരു ചാൻസ് മിസ് ചെയ്യരുത്. ഇവിടെ നിന്ന് ഫൈനൽ സെലക്ഷൻ വരെ മെഡിക്കൽ അവയർനെസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഫൈനൽ സെലക്ഷൻ വരെ നിങ്ങളോടൊപ്പം ആന ഡിഫൻസ് അക്കാഡമി കാണും. ഫുൾ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ റണ്ണിങ് ഈവൻറ്റ് എന്ന് പറഞ്ഞാൽ 5 കിലോമീറ്ററാണ്. നമ്മുടെ അക്കാഡമിക്ക് സ്വന്തമായിട്ട് റണ്ണിങ് ഗ്രൗണ്ടും ഉണ്ട്. ഗ്രൗണ്ടിൽ തന്നെയാണ് നിങ്ങൾക്ക് ട്രെയിനിങ്ങും ലഭിക്കാൻ പോകുന്നത്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യണ കുട്ടികളെ. എല്ലാ അപ്ഡേറ്റ്സും കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് മോട്ടിവേറ്റ് ആയിട്ട് ഇരിക്കാനും പറ്റും. ആന ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ വാട്സപ്പ് ചാനലാണ് ആന ഡിഫൻസ് അക്കാഡമി എന്ന ചാനൽ. ഈ ചാനൽ ജോയിൻ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കറക്റ്റ് അപ്ഡേറ്റഡ് കിട്ടും. നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് എല്ലാം നിങ്ങൾക്ക് ഇവിടെയും ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക. കറക്റ്റ് അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെയും ലഭിക്കുന്നതായിരിക്കും. ലോങ് വീഡിയോസൊക്കെ ലഭിക്കും. ഡീറ്റെയിൽ ആയിട്ട് എല്ലാം അറിയാൻ പറ്റും. ഫൈനലി നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. 2 നമ്പർ ഞാനിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ പേഴ്സണൽ ഡൗട്ട് ആണെങ്കിലും ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് ഡൗട്ട് ആണെങ്കിലും നിങ്ങൾക്ക് കോൾ ചെയ്യാം, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാം. പിന്നെ കോഴ്സിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും അവൈലബിൾ ആണ്. അത് ഞാനിവിടെ പറയാൻ വിട്ടുപോയി. നോക്കൂ കുട്ടികളെ, ഇവിടെ നമ്മൾ രണ്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഏതെങ്കിലും കുട്ടികളൊക്കെ മാത്സിൽ വീക്കാണെങ്കിൽ ഒട്ടും പേടിക്കേണ്ട, നേരെ ഇങ്ങോട്ട് വന്നോളൂ കേട്ടോ. ഓൺലൈനായിട്ട് ഓഫ്ലൈൻ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ? ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും. അപ്പോൾ നമുക്ക് വേറൊരു ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.